കോഴിക്കോട് കോർപ്പറേഷൻ സീറ്റ് CMPക്ക് നൽകിയതിനെ തുടർന്നുള്ള തമ്മിലടിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ 12 ഭാരവാഹികൾ രാജിക്കത്ത് നൽകി. കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റായ ചാലപ്പുറം ഡിവിഷൻ സംബന്ധിച്ചാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നത്. മണ്ഡലം പ്രസിഡന്റ് അയൂബ് ഉൾപ്പെടെയുള്ളവരാണ് DCC ഓഫീസിലെത്തി രാജി നൽകിയത്. കോൺഗ്രസിൽ ആവശ്യത്തിലധികം നേതാക്കൾ ഉള്ളിടത്ത് എന്തുകൊണ്ട് തങ്ങൾക്ക് പരിഗണന നൽകിയില്ല എന്നതാണ് രാജി നൽകിയവർ ഉന്നയിക്കുന്ന ചോദ്യം. നേതൃത്വം രാജിക്കത്ത് അംഗീകരിച്ചിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ ചെറിയ പൊട്ടിത്തെറികളൊക്കെ പതിവാണ്, പക്ഷേ ഇതിപ്പോ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു കൂട്ടം ആളുകൾ രാജിക്കത്ത് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ 12 പേരുടെ രാജിക്കത്ത്, അത് കുറച്ച് ഗൗരവമുള്ളൊരു പ്രശ്നമാണല്ലോ. എങ്ങനെ പരിഹരിക്കാമെന്നാണ് നേതൃത്വം കരുതുന്നത്? ശ്രീജ, ഏതാണ്ട് 45 വർഷത്തിലധികമായി CPM ഭരിക്കുന്ന കോർപ്പറേഷനാണ് കോഴിക്കോട്. ഇവിടെ ഇത്തവണ ഭരണം തിരിച്ചു പിടിക്കുന്ന ഒരു ഒറ്റ ലക്ഷ്യവുമായാണ് മുന്നോട്ട് നീങ്ങുന്നത്. KPCC മുൻ അധ്യക്ഷനും ഒക്കെയായ രമേശ് ചെന്നിത്തലയ്ക്കാണ് കോർപ്പറേഷന്റെ ചുമതലയുമുള്ളത്. അദ്ദേഹം ഇന്ന് 22 സ്ഥാനാർത്ഥികളുടെ പട്ടിക കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നലെ CMP 2 സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിൽ CMPയുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് ചാലപ്പുറം എന്നത്. വർഷങ്ങളായി കോൺഗ്രസ് ജയിച്ചു വരുന്ന ഒരു സ്ഥലമാണ്. PM നിയാസ് അടക്കമുള്ള നേതാക്കൾ പലപ്പോഴും ജയിച്ചിരുന്ന ഒരു കൗൺസിൽ വാർഡ് കൂടിയാണ്. ആ വാർഡിലാണ് CMPയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഈ CMPക്ക് അവരുടെ ഒരു സഹകരണ സംഘം, വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നേരത്തെ മുതൽ തന്നെ അവിടെ കേന്ദ്രമാക്കി CMPയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും അത്തരത്തിൽ പ്രചാരണങ്ങൾക്ക് മുൻകൈ അല്ലെങ്കിൽ നേതൃത്വം നൽകിയ ആളെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനെതിരെ നേരത്തെ തന്നെ ഈ കോൺഗ്രസ് തന്നെ ഈ വാർഡിൽ മത്സരിക്കണമെന്ന ആവശ്യം പ്രാദേശിക തലത്തിൽ നിന്നും ഉയർന്നിരുന്നു. എന്നാൽ മുന്നണി മര്യാദകൾ പാലിക്കേണ്ടി വരും, മുന്നണിയാകുമ്പോൾ ചില ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും എന്ന നിലപാടാണ് DCC പറയുകയും ചെയ്തത്. ഇതേ തുടർന്നാണ് മണ്ഡലം പ്രസിഡന്റായ അയൂബ് അടക്കം 12 നേതാക്കൾ ഇന്ന് DCC ഓഫീസിൽ നേരിട്ടെത്തി രാജിക്കത്ത് നൽകിയത്. ഒരു തരത്തിലും ഇത്തരമൊരു തീരുമാനത്തോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് അവർ അറിയിച്ചത്. രമേശ് ചെന്നിത്തല അടക്കം ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. എന്തായാലും രാജിക്കത്ത് സ്വീകരിച്ചിട്ടില്ല എന്നാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും നൽകുന്ന വിശദീകരണം. പക്ഷേ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുക, കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നതിൽ കുറഞ്ഞ ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിനില്ല എന്നാണ് അയൂബ് അടക്കമുള്ള നേതാക്കൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും വലിയൊരു തിരിച്ചടിയാണ് ആ മേഖലകളിൽ ഈ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നടക്കാവിലെ കൗൺസിലറായിരുന്ന അൽഫോൺസ നാടകീയമായി ആം ആദ്മി പാർട്ടിയിൽ ചേരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ നടക്കാവ് ഭാഗം വിഭജിച്ച് മാവൂർ അടക്കമുള്ള ഭാഗത്തേക്ക് രണ്ടായി വിഭജിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇരിക്കുകയായിരുന്നു കോൺഗ്രസ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് അൽഫോൺസ വളരെ പെട്ടെന്ന് തന്നെ മറുകണ്ഠം ചാടിയിരിക്കുന്നത്. ഇങ്ങനെ നിലവിലുള്ള ആളുകൾ മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിലവിലുള്ള മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ രാജിവെക്കുന്നതടക്കമുള്ള വലിയൊരു പ്രതിസന്ധിയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ ആദ്യഘട്ടത്തിലെ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിന് കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത്. ശ്രീജ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടെ കോൺഗ്രസിൽ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താമെന്നൊക്കെ കരുതുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്നത്.